അഭിയും ഉണ്ണിയിലും വീട്ടിലും ഉണ്ട്, അന്നും ഒന്നും എപ്പോഴും ഉണ്ട്. പിന്നെ അവരുടെ അടുത്ത് അധികം ഞാൻ പോവാറില്ല അടുത്ത് അങ്ങനെ. പക്ഷെ നമ്മൾ ആ ഒരു അതുപോലെ തന്നെ പ്രവീൺ, അവന് ഞാനും ഇപ്പൊ അന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോളൂ പ്രവീണിനെ പറ്റി, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, മനസ്സിലായില്ലേ? പിന്നെ നീ വഴക്കം ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് നിന്റെ ഒരു ഇഷ്ടമുണ്ട്. നീ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരിക്കും, പക്ഷെ എന്നെ പറ്റി കുട്ടി പറയുമായിരിക്കും. അല്ല, ഞാൻ കുറ്റം ഇടയ്ക്ക് ഇപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. അത് ആ സമയം ഞാൻ നിന്നോട് ആ ദേഷ്യം കാണിച്ചുകൊണ്ട് തന്നെയാ ചെയ്യുന്നത്, അല്ലാതെ നിന്നോട് കമ്പനി ആവുമ്പോ ഞാൻ എന്നെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. ചുമ്മാ എടാ, നമ്മളിവിടെ ഗെയിം കളിക്കാൻ വന്നതല്ലേ. ദേഷ്യപ്പെടണം, വഴക്ക് കൂടണം, കരയണം, ചിരിക്കണം, തമാശ പറയണം, എല്ലാം വേണം, മനസ്സിലായില്ലേ? കുത്തി സംസാരിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. കുത്തിനോട് വേദനിപ്പിക്കരുത്. ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ ഇവിടെ തന്നെ അങ്ങ് തീർക്കണം. പിന്നെ അത് വെച്ച് ആ ഒരു പേഴ്സണൽ പേജ് വെച്ചിട്ടേ വീണ്ടും അതിനെ പറ്റി സംസാരിക്കരുത്. പിന്നെ നിനക്ക് മിണ്ടാ താല്പര്യം നീ മിണ്ടാ, എനിക്ക് താല്പര്യം ഞാനും മിണ്ടും, ഇത്രേ ഉള്ളൂ. പുറകെ ഒന്നും വരില്ല കേട്ടാ. ഇവിടെ ആയതുകൊണ്ട് പുറത്താണെങ്കിൽ ഞാൻ ഇവന്റെ അടുത്ത് നല്ല പയ്യനാ, നല്ല ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ, അതുകൊണ്ട് മാത്രം ആദ്യമായിട്ടാണ് ഞാൻ ഈ വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ ഒരാളെ വിളിച്ചോണ്ട് പോയി കോളേജിൽ സംസാരിക്കുന്നത് ഇവിടെ, മനസ്സിലായി? അത് നിന്റെ അടുത്താ ഞാനത് പറയുകയും ചെയ്തില്ല നീ പോയപ്പോ. അതിന് നല്ലൊരു ക്വാളിറ്റി കണ്ടതുകൊണ്ടാണ്. ഇത് വാക്കുകൾ പോലെ നമുക്ക് വേറൊരാളുടെ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് തോന്നിയെന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാം. ഇവൻ നമ്മുടെ ആ ഒരു കാര്യം കേട്ടോണ്ടിരിക്കും. അല്ല, അവൻ നമ്മളെ തിരുത്താൻ